ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന സിക്സ്ത് സെമ്മിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂൾ അതർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന ഭാഗമാണ്. മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേൾഡ് ബാങ്കിനെ കുറിച്ചും IMFനെ കുറിച്ചും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി പറയുണ്ടായി. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് വളരെ വിശദമായി പറയുണ്ടായി. ഇനി നമ്മളതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് പറയുന്നത്. ആദ്യത്തെ ഭാഗം ഇൻ്റർനാഷണൽ എക്കണോമിക് സംവിധാനങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞതെങ്കിൽ ഇനി നമ്മൾ ബ്രിക്സും G20 അടക്കമുള്ള ന്യൂ ആക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഈ വീഡിയോയിൽ പറയുന്നത് ബ്രിക്സിനെ കുറിച്ചാണ്. എന്താണ് ബ്രിക്സ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ ലോകത്തെ മുൻനിര വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചുരുക്കപ്പേരാണ് ബ്രിക്സ്. ബ്രിക്സ് ഒരു സംഘടനയുടെ രൂപത്തിലല്ല നിലവിലുള്ളത്. അത് ഒരു പ്രാദേശിക സംഘടനയായിട്ടോ ഒരു രാഷ്ട്രങ്ങളുടെ സംഘടനയായിട്ടോ ഒന്നുമല്ല ഉള്ളത്. അത് ബ്രിക്സ് ഒരു 5 രാഷ്ട്രങ്ങളുടെ, ഈ പറഞ്ഞ 5 രാഷ്ട്രങ്ങളുടെ പരമോന്നത നേതാക്കൾ തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയായിട്ടാണ് നിലനിൽക്കുന്നത്. ഉച്ചകോടി വർഷം തോറും വിളിച്ചു കൂട്ടുന്നു. ബ്രിക്സ് എന്ന ചുരുക്കപ്പേരിന് അനുസൃതമായിട്ട് ആ ഫോറത്തിൻ്റെ ചെയർമാൻ വർഷത്തിൽ ആ ഫോറത്തിൻ്റെ ചെയർമാൻ സ്ഥാനം അംഗങ്ങൾക്കിടയിൽ ഓരോ വർഷവും ഇങ്ങനെ തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ബ്രിക്സ് അത് ഉണ്ടായി വരുന്നത്, അതിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ലോകത്തിൻ്റെ ഉൽപ്പാദനത്തിലും ജനസംഖ്യയിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന 4 രാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ സാധ്യതകളെക്കുറിച്ച് ആഗോള സാമ്പത്തിക വിദഗ്ധനായ ജിം ഓ'നീൽ 2001 ബ്രിക് എന്ന ചുരുക്കപ്പേരിൽ പറയുണ്ടായി. ഈ 4 രാജ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സാമ്പത്തിക വളർച്ചയുടെ സാധ്യതകളെക്കുറിച്ചൊക്കെ അദ്ദേഹം 2001 ബ്രിക് എന്ന ചുരുക്കപ്പേരിൽ പറയുണ്ടായി. ഇതാണ് ബ്രിക്സിൻ്റെ ആലോചനകൾക്ക് തുടക്കമിട്ടത്. 2006 UN ജനറൽ അസംബ്ലിയുടെ വാർഷിക യോഗങ്ങളിൽ ഈ 4 രാജ്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ ആ 4 രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ അനൗപചാരിക നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കമിടുകയുണ്ടായി. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര രംഗത്തെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ രാഷ്ട്രത്തിലെ രാഷ്ട്രത്തലവന്മാരുടെ വാർഷിക ഉച്ചകോടി നടത്താമെന്ന് തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ് ചെയ്യുന്നത്. ഈ 4 രാജ്യത്തിലെയും വിദേശകാര്യ മന്ത്രിമാരുടെ ആ അനൗപചാരിക ചർച്ചയുടെ ഫലമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് അവർ തീരുമാനിക്കുകയുണ്ടായി എന്ത്, ഈ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുടെ വാർഷിക ഉച്ചകോടി നടത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് ചർച്ചയെത്തി. അങ്ങനെയാണ് ആദ്യത്തെ ബ്രിക്സിൻ്റെ ഉച്ചകോടി 2009 റഷ്യയിൽ നടക്കുന്നത്. ആഗോള സാമ്പത്തിക പരിഷ്കരണം പോലുള്ള വിഷയങ്ങളിൽ ഈ ഉച്ചകോടി വിശാലമായ ചർച്ച നടത്തി. 2010 ഡിസംബറിൽ ബ്രിക്സിൽ ചേരാൻ സൗത്ത് ആഫ്രിക്കയെ കൂടി ക്ഷണിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ ഗ്രൂപ്പിൻ്റെ പേര് ബ്രിക്സ് എന്നായത്. ആദ്യം ബ്രിക് എന്നായിരുന്നു, പിന്നീട് സൗത്ത് ആഫ്രിക്ക കൂടി വന്നതോടുകൂടി അതിനെ ബ്രിക്സ് എന്നാക്കി മാറ്റുകയുണ്ടായി. 2011 മാർച്ചിൽ ചൈനയിൽ നടന്ന 3ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയിലാണ് ദക്ഷിണാഫ്രിക്ക ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അങ്ങനെ അത് ഔദ്യോഗികമായിട്ട് ബ്രിക്സ് എന്ന ഇതിലേക്ക് മാറി. കഴിഞ്ഞ ദശകത്തിൽ ബ്രിക്സിൻ്റെ സഹകരണം, ഈ 5 രാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം 100-ലധികം മേഖലയിലേക്ക് വിപുലീകരിക്കുകയുണ്ടായി. ബ്രിക്സ് ലോക ജനസംഖ്യയുടെ 40%, GDPയുടെ 30% വരുന്നതാണ്. അത് വളർന്നുകൊണ്ടിരിക്കുന്ന നിക്ഷേപവും വിപണിയും ആഗോള പവർ ബ്ലോക്കുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബ്രിക്സിൻ്റെ ഒബ്ജക്റ്റീവാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ബ്രിക്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ സഹകരണം ആഴത്തിലാക്കാനും വിശാലമാക്കാനും തീവ്രമാക്കാനും ബ്രിക്സ് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നോക്കുകയാണ്. ഒന്നാമത്തത് സുസ്ഥിര വികസനമാണ്. സുസ്ഥിര വികസനത്തിൽ ബ്രിക്സ് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ദീർഘകാല വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ബ്രിക്സ് രാജ്യങ്ങൾ നേരിടുന്ന സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ എല്ലാ വെല്ലുവിളികളെയും നേരിടാനും ബ്രിക്സ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അങ്ങനെ സുസ്ഥിരമായ വികസനത്തെയാണ്
ബ്രിക്സ് വളരെ പ്രധാനപ്പെട്ട് ലക്ഷ്യമായിട്ട് കാണുന്നത്. രണ്ടാമത്തത് സമത്വ വികസനമാണ്. അംഗരാജ്യങ്ങൾക്കിടയിലുള്ള അസമത്വങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സമത്വ വികസനത്തിന് ബ്രിക്സ് ഊന്നൽ നൽകുന്നുണ്ട്. അപ്പോൾ അംഗരാജ്യങ്ങൾക്കിടയിൽ അസമത്വങ്ങൾ കുറയ്ക്കാൻ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട്, അങ്ങനെ സമത്വ വികസനത്തിൻ്റെ ലക്ഷ്യമായിട്ട് ബ്രിക്സ് മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊന്ന് പരസ്പര പ്രയോജനപരമായ സഹകരണമാണ് ബ്രിക്സ് ലക്ഷ്യമിടുന്നത്. അനാവശ്യമായ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തിക ശക്തി പ്രയോജനപ്പെടുത്തിയിട്ട് എല്ലാ അംഗങ്ങൾക്കും പ്രയോജനപ്പെടുന്ന സഹകരണം വളർത്തിയെടുക്കാനാണ് ബ്രിക്സ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ പരസ്പരം പ്രയോജനപരമായ സഹകരണമാണ് ബ്രിക്സ് ലക്ഷ്യം വെക്കുന്നത്. മറ്റൊന്ന് അംഗങ്ങളുടെ ലക്ഷ്യങ്ങളോടുള്ള ബഹുമാനമാണ്. ബ്രിക്സിലെ ഓരോ അംഗത്തിൻ്റെയും വളർച്ചയും വികസനവും ദാരിദ്ര്യം കുറയ്ക്കൽ എന്നീ ലക്ഷ്യങ്ങൾ കണക്കിലെടുക്കുന്നു. അതിന് പരസ്പര ബഹുമാനത്തോടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് പരസ്പരം ബഹുമാനത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊരു അവസാന ലക്ഷ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് രാഷ്ട്രീയ നയതന്ത്ര സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുന്നതിനും ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലും സംരംഭങ്ങളിലും ഏർപ്പെടുന്നതിനും ഒരു സുപ്രധാന രാഷ്ട്രീയ സ്ഥാപനമായിട്ട് ബ്രിക്സിനെ മാറ്റിയെടുക്കുക എന്നതാണ് ബ്രിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. കാരണം ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കണം. കാരണം അമേരിക്കയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു സാമ്പത്തിക ധനകാര്യ സംവിധാനമാണ് ലോകത്ത് പ്രവർത്തിക്കുന്നത്. അതിനെയൊക്കെ പരിഷ്കരിച്ചുകൊണ്ട് ബ്രിക്സിനെ വലിയൊരു സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെയൊക്കെ നേതൃത്വത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഏരിയ ഓഫ് കോർപ്പറേഷനാണ്. സഹകരണത്തിൻ്റെ മേഖലകളാണ്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണത്തിൻ്റെ മേഖലയാണ്. ഒന്നാമത്തെ സഹകരണത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് എക്കണോമിക് കോർപ്പറേഷനാണ്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ അതിവേഗം വളരുന്ന വ്യാപാരവും നിക്ഷേപ പ്രവാഹവും സാമ്പത്തിക മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നു. അപ്പോൾ സാമ്പത്തിക മേഖലയിലാണ് സഹകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം കിടക്കുന്നത്. അപ്പോൾ ഇന്നൊവേഷൻ സഹകരണം, കസ്റ്റം സഹകരണം, ബ്രിക്സ് ബിസിനസ് കൗൺസിൽ, കണ്ടിജൻ്റ് റിസർവ് കരാർ, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നിവ സാമ്പത്തിക സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ അതിവേഗം വളരുന്ന വ്യാപാരവും നിക്ഷേപ പ്രവാഹവും സാമ്പത്തിക മേഖലകളിലുള്ള സഹകരണമാണ് ശക്തിപ്പെടുത്തുന്നത്. മറ്റൊരു സഹകരണത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് പീപ്പിൾ ടു പീപ്പിൾ എക്സ്ചേഞ്ചാണ്. ബ്രിക്സ് ജനതകൾ തമ്മിലുള്ള ബന്ധവും പരസ്പര ധാരണയും വളർത്തിയെടുക്കുന്നതിൻ്റെ ആവശ്യകതയും ബ്രിക്സ് അംഗങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്കാരം, കായികം, വിദ്യാഭ്യാസം, സിനിമ, യുവജനക്ഷേമം എന്നീ മേഖലകളിൽ അടുത്ത സഹകരണം നടക്കുന്നുണ്ട്. ഇതിന് യങ് ഡിപ്ലോമാറ്റ് ഫോറം, പാർലമെൻറ്റേറിയൻ ഫോറം, ട്രേഡ് യൂണിയൻ ഫോറം, സിവിൽ ബ്രിക്സ്, മീഡിയ ഫോറം എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം ബ്രിക്സിലെ രാജ്യങ്ങളുടെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും പരസ്പര ധാരണയും വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും ബ്രിക്സ് നടത്തുന്നുണ്ട്. ആ ഒരു സഹകരണ മേഖലയിൽ പീപ്പിൾ ടു പീപ്പിൾ എക്സ്ചേഞ്ചിൻ്റെ സഹകരണ മേഖലയിലും സഹകരണം പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് സഹകരണത്തിൻ്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് സെക്യൂരിറ്റി കോർപ്പറേഷനാണ്. രാഷ്ട്രീയപരവും സുരക്ഷാപരവുമായ സഹകരണമാണ്. ബ്രിക്സ് അംഗങ്ങൾ രാഷ്ട്രീയ സുരക്ഷാ സഹകരണം പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. ഇതുവഴി സമാധാനം, സുരക്ഷ, വികസനം, കൂടുതൽ സമത്വവും നീതിയുക്തവുമായ ലോകത്തിനായി സഹകരണം എന്നിവ കൈവരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇത്രയുമാണ് സഹകരണത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇനി നമുക്ക് നോക്കാനുള്ളത് കോപ്പറേഷൻ മെക്കാനിസം. കോപ്പറേഷൻ എമംഗ് ദ മെമ്പേഴ്സ് ഇൻ ദ അച്ചീവ്ഡ് ത്രൂ അംഗങ്ങൾ തമ്മിലുള്ള സഹകരണം കൈവരിക്കുന്നതിനുള്ള സംവിധാനം, മെക്കാനിസം എന്താണെന്നാണ്. കോർപ്പറേഷൻ മെക്കാനിസം സഹകരണം കൈവരിക്കുന്നതിനുള്ള സംവിധാനം. അംഗങ്ങൾ തമ്മിലുള്ള സഹകരണം ഉണ്ടാക്കുന്നതിന് 3 ട്രാക്കുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ സഹകരണം ഉണ്ടാക്കുക എന്നുള്ളത്, സഹകരണ മേഖല പറഞ്ഞല്ലോ. അപ്പോൾ ഈ സഹകരണം ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനമായിട്ടുള്ളത് 3 ട്രാക്കാണ് സഹകരണം ഉണ്ടാക്കുന്നതിന് പ്രവർത്തിക്കുന്നത്. ഒന്ന്, ദേശീയ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഔപചാരിക നയതന്ത്ര ഇടപെടലുകളായ ഗവൺമെൻറ് തലത്തിലുള്ള നയതന്ത്ര ചർച്ചകളും കരാറുകളാണ് ട്രാക്ക് 1 അത് ഔദ്യോഗികമായിട്ട് രാഷ്ട്രത്തിലെ തലവന്മാർ തമ്മിലുള്ള നയതന്ത്ര ബന്ധം.
അത് ഈ കൊല്ലത്തിൽ നടക്കുന്ന ഉച്ചകോടിയിലൊക്കെയാണ് ആ നയതന്ത്ര ബന്ധം നടക്കുന്നത്. അതാണ് ദേശീയ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഔപചാരിക നയതന്ത്ര ഇടപെടലുകളായ ഗവൺമെൻറ് തലത്തിലുള്ള നയതന്ത്ര ചർച്ചകൾ എന്ന് പറയുന്നതും അതുമായി ബന്ധപ്പെട്ട കരാറുകളൊക്കെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ട്രാക്ക് അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു വലിയ സംവിധാനം, അതാണ് സഹകരണത്തിനുള്ള ഒന്നാമത്തെ ട്രാക്ക്, രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള ആ ഒരു നയതന്ത്ര ബന്ധം. മറ്റൊന്ന് കോർപ്പറേഷൻ്റെ മറ്റൊരു മെക്കാനിസം എന്ന് പറയുന്നത്, സഹകരണത്തിൻ്റെ മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക ബിസിനസ് സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളും അതുപോലെ ബിസിനസ് കൗൺസിലുകളും അതുപോലെ സർക്കാർ അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളും വഴിയുള്ള ഇടപെടലാണ് മറ്റൊരു ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യങ്ങളുടെ ഔദ്യോഗിക സാമ്പത്തിക സംവിധാനങ്ങൾ തമ്മിലുള്ള ബന്ധം, ആ ബന്ധമാണ് മറ്റൊരു ട്രാക്ക് എന്ന് പറയുന്നത്. സഹകരണത്തിൻ്റെ സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക രാജ്യത്തിൻ്റെ ഔദ്യോഗിക അഫിലിയേറ്റ് ചെയ്യപ്പെട്ടുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ ബന്ധമാണ് മറ്റൊരു ട്രാക്ക് എന്ന് പറയുന്നത്. മറ്റൊന്ന് ബ്രിക്സ് രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ പരസ്പര ധാരണയും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനുള്ള സാംസ്കാരിക വിനിമയം, താഴെത്തട്ടിലുള്ള സംരംഭങ്ങൾ, സാമൂഹിക സഹകരണം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സിവിൽ സമൂഹവുമായിട്ട് ഇടപെടുന്ന ട്രാക്ക് 3. ആദ്യത്തെ രണ്ടും ഒരു ഔദ്യോഗിക സംവിധാനങ്ങൾ വഴിയുള്ളതാണെങ്കിൽ മൂന്നാമത്തെ ട്രാക്ക് എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള മനുഷ്യരെ കൂടി, ജനങ്ങളെ കൂടി, ബ്രിക്സിലെ രാജ്യങ്ങളിലെ ജനങ്ങളെ കൂടി സഹകരിപ്പിക്കുന്നതിന്, അവരുടെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് ട്രാക്ക് 3 അത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാംസ്കാരിക വിനിമയ പ്രവർത്തനങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കൾച്ചറൽ എക്സ്ചേഞ്ചൊക്കെ സംവിധാനം, അത് ഈ ട്രാക്കാണ് മൂന്നാമത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഈ 3 ട്രാക്കുകളും ബ്രിക്സിനുള്ളിലെ സഹകരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂട്ടായ സംഭാവന ചെയ്യുന്നു. ഇനി ഇമ്പാക്റ്റ് ഓഫ് ബ്രിക്സിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നാണ്. ഈ ബ്രിക്സ് കൊണ്ടുണ്ടായ ഇമ്പാക്റ്റ്, ഒന്നാമത്തത് സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കരണമാണ്. 2008 സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നതിന് ബഹുമുഖ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ വാദിച്ചു. IMF പോലെ, വേൾഡ് ബാങ്ക് പോലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലെയുള്ള സാമ്പത്തിക സംവിധാനങ്ങളെ പരിഷ്കരിക്കണമെന്ന് ബ്രിക്സ് ആവശ്യപ്പെട്ടിരുന്നു 2008 സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സമയത്ത്. ഇത് 2010 IMF പരിഷ്കരണത്തിലേക്ക് നയിക്കുകയുണ്ടായി. ഈ ആവശ്യം ബ്രിക്സ് ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ടൊക്കെ 2010 IMF പരിഷ്കരണത്തിലേക്ക് അത് നയിക്കുകയുണ്ടായി. ഇത് IMF ബ്രിക്സ് രാജ്യങ്ങൾക്ക് സ്വാധീനം കൂട്ടുന്നതിന് സഹായമായി. അപ്പോൾ ഇതൊരു ബ്രിക്സിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്, വളരെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റാണ്. സാമ്പത്തിക വ്യവസ്ഥയിൽ ആഗോള പരിഷ്കരണം ഉണ്ടാക്കാൻ ബ്രിക്സിന് സാധിച്ചു എന്നത്. മറ്റൊന്ന് പുതിയ വികസന ബാങ്ക്, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയും, NDB. ഷാങ്ഹായ് ആസ്ഥാനമായി 2014 സ്ഥാപിതമായ NDB ബ്രിക്സിലെയും മറ്റ് വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾക്കും സുസ്ഥിര വികസന പദ്ധതികൾക്കുമായിട്ട് വിഭവങ്ങൾ സമാഹരിക്കുന്നുണ്ട് ഈ ബാങ്ക്. അപ്പോൾ ഊർജ്ജം, ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ, അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണം തുടങ്ങിയ മേഖലയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ ബാങ്ക്. അപ്പോൾ ഈ ബാങ്ക് എന്ന് പറയുന്നത്, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ബ്രിക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവാണ്. അതും ആഗോള രാഷ്ട്രീയ സംവിധാനത്തിലെ ആഗോള രാഷ്ട്രീയം മാത്രമല്ല, ആഗോള സാമ്പത്തിക സംവിധാനത്തിലേക്ക് വളരെ വലിയൊരു ഇമ്പാക്റ്റായിട്ട് ബ്രിക്സിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് ഈ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കാണുന്നുണ്ട്. അത് ബ്രിക്സിൻ്റെ വലിയ ഇമ്പാക്റ്റാണ് എന്ന് പറയുന്നു. മറ്റൊന്ന് കണ്ടിജൻ്റ് റിസർവ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയും, CRA. 2014 സ്ഥാപിതമായ CRA ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധികളിൽ കറൻസി സ്വാപ്പിലൂടെ അംഗങ്ങൾക്ക് ഹ്രസ്വകാല ലിക്വിഡിറ്റി പിന്തുണ നൽകുന്നു. $100 ബില്യൺ പ്രാരംഭ പ്രതിബദ്ധതയോടെ ഇത് സാമ്പത്തിക സ്ഥിരതയെ ശക്തിപ്പെടുത്തുകയും IMF പോലുള്ള നിലവിലുള്ള അന്താരാഷ്ട്ര ക്രമീകരണങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സാമ്പത്തിക രംഗത്തെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ കറൻസി സ്വാപ്പിംഗ് പ്രവർത്തനം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവായിട്ട് ഇതിനെ കാണാം. അത് ബ്രിക്സിൻ്റെ ഒരു ഇമ്പാക്റ്റിൻ്റെ ഭാഗമാണ് ഈ കണ്ടിജൻസി റിസർവ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഏതായാലും ബ്രിക്സിൻ്റെ ഇത്രയും വിശദമായി പറഞ്ഞ സ്ഥിതിക്ക് ബ്രിക്സ് ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്.
ചലഞ്ചസ് ഓഫ് ബ്രിക്സ് ആണ് നമ്മൾ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ബ്രിക്സ് നേരിടുന്ന വെല്ലുവിളികളാണ് നമ്മൾ നോക്കുന്നത്. ആഗോളവേദിയിൽ ബ്രിക്സ് നിരവധിയായ സുപ്രധാന വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒന്ന് അംഗങ്ങളുടെ ആധിപത്യ സ്വഭാവമാണ്. ഈ ആധിപത്യം ഗ്രൂപ്പിനുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. കാരണം എല്ലാം വലിയ രാജ്യങ്ങളായതുകൊണ്ട് ആ വലിയ ആളുകളിൽ തന്നെ ഈ എന്താ പറയുക ആധിപത്യം കാണിക്കാൻ ഓരോരുത്തർ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ നല്ല പോക്കിനെ, മുന്നോട്ടുള്ള പോക്കിനെ, സഹകരണത്തെയൊക്കെ ബാധിക്കും. ആ ഒരു പ്രശ്നം ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ലോകമെമ്പാടും വളർന്നു വരുന്ന വിപണികളെ പ്രതിനിധീകരിക്കാൻ ബ്രിക്സ് ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അതിൻ്റെ നിലവിൽ അംഗത്വം പ്രാഥമികമായിട്ട് ബ്രിക്സ് മേഖലകളിൽ നിന്നുള്ള രാജ്യങ്ങളായതിനാൽ അത് സാധിക്കുന്നില്ല. ലോകമെമ്പാടുമുള്ള ഈ വിപണികളെ പ്രതിനിധീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിലോ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലോ അതിന് വലിയ സ്വാധീനം ലഭിക്കുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇത്തരം ഈ 5 രാജ്യങ്ങളിൽ മാത്രം ഒതുക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ലോകമെമ്പാടും വിപണികളെ പ്രതിനിധീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഇത് വിപുലീകരിക്കാൻ അവർ ആവശ്യമായ ശ്രമങ്ങൾ നടത്തണം. എങ്കിൽ മാത്രമേ ഈ ഒരു വെല്ലുവിളിയെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, അംഗരാജ്യങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത ദേശീയ അജണ്ടകളും കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ബ്രിക്സിനുള്ളിലെ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ മുൻഗണനകളും താല്പര്യങ്ങളും ഉണ്ട്. അത് ഗ്രൂപ്പിൻ്റെ കൂട്ടായ ലക്ഷ്യങ്ങളുമായി വൈരുദ്ധ്യം ഉണ്ടാകുന്നുണ്ട്. ഇത് ബ്രിക്സിൻ്റെ നിരന്തരമായ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. അംഗരാജ്യങ്ങൾക്കിടയിൽ ഈ ദേശീയ അജണ്ട പലപ്പോഴും വ്യത്യസ്തമാവുകയും അത് തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഐക്യത്തെയും സഹകരണത്തെയും വെല്ലുവിളിക്കുന്നുണ്ട്. അത് മാത്രമല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ബ്രിക്സ് ബന്ധങ്ങളെ വഷളാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ചൈന സൈനിക തർക്കം, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് തുടങ്ങിയ സമീപകാല സംഭവങ്ങൾ ഇപ്പോൾ ഗ്രൂപ്പിനുള്ളിലെ രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ തർക്കങ്ങൾ അത് കൂടി വരുന്നുണ്ട്. അത് പരിഹരിക്കാൻ കഴിയാതെ സങ്കീർണമായ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അംഗരാജ്യങ്ങൾക്കിടയിൽ അത് വലിയ ഒരു തർക്കമായിട്ട് നിലനിൽക്കുമ്പോൾ ആ ഒരു സഹകരണത്തെ, ബ്രിക്സിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട്. ഈ വെല്ലുവിളികളെയൊക്കെ അഭിസംബോധന ചെയ്യാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സംഭാഷണവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുകയും ദേശീയ താല്പര്യങ്ങൾ കൂട്ടായ ലക്ഷ്യങ്ങളുമായിട്ട് സന്തുലിതമാക്കുകയും ഉയർന്നു വരുന്ന ആഗോള പ്രശ്നങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിന് അതിൻ്റെ അജണ്ട പൊരുത്തപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ മാത്രമേ ബ്രിക്സ് ലോകോത്തരമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ പറയാനുള്ളത്. അടുത്ത ഭാഗത്ത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.